ഈ കടൽ മേഖല കടൽ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഇപ്പൊ നമ്മൾ എങ്ങനെ ഏത് രൂപത്തിൽ വെള്ളം നിന്നാലും നമുക്ക് കുടിക്ക് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട്. ഒരു ആനുകൂല്യം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2500 രൂപ കൊടുത്തിട്ട് ഇപ്പൊ കുടിവെള്ളം വരുന്ന പദ്ധതിക്കുന്ന ഈ ടാങ്ക് നിർമ്മിച്ചതാണ്. അതാ ടാങ്ക് ഇട്ട് അതിലിപ്പോ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് നമ്മൾ പെരുമാറാൻ വെള്ളത്തിലെടുക്കുക. മക്കളൊക്കെ എന്താ ജോലി? കടലിൽ പോണവരുണ്ട്, ചേക്കോറ പണിക്ക് പോണവരുണ്ട്, ഗൾഫിൽ പോയവരുണ്ട്. അങ്ങനെ അഞ്ച് ആൺകുട്ടികളുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച് പോയി. ആ പിന്നെ ഒരാൾ 8ലാണ് സ്കൂളിൽ, പറവണ്ണ സ്കൂളിൽ. പിന്നെ 2 ഇവിടെ 4ാം ക്ലാസ്സിൽ പോകുന്നുണ്ട്. 2 മക്കൾ, പെൺകുട്ടികൾ 2. ജോലിക്ക് പോണവരുണ്ട്, കടലിൽ 5 കാറ്റി പോണവരുണ്ട്. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ പള്ളിക്കേക്ക് പോയത്. വീട്ടിൽ ഞാനും എൻ്റെ കുട്ടികളും ഭർത്താവും. എത്ര കുട്ടികളുണ്ട്? 4 ഭർത്താവില്ല? ഭർത്താവുണ്ട്. അവര് ജോലി ചെയ്യണ്ട? മക്കളും ഭർത്താവ് എല്ലാരും കടലില്? കടലിരിക്കാരാണ്. പിന്നെ ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ? ഈ പ്രദേശത്തായിട്ട് എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ തോന്നാറുണ്ടോ? ഇതൊക്കെ തന്നെ സൗകര്യം. വരുമാനമൊക്കെ എങ്ങനെ? വരുമാനം കടലിൽ നിട്ടിയാ തിന്നാ, ഇത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങനെയൊക്കെ കിടക്കണത്. പഠിക്കണവരാരുമില്ല? വീട്ടില് ഇവിടെ ആരൊക്കെ ഉണ്ട്? ഭാര്യയും എത്ര മക്കളാ? 4 എന്താ ചെയ്യുന്നത്? 4 മറ്റേ കേക്കമ്പളിക്കുന്നുണ്ട്. അടുത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയണേ? കൂടെ പിന്നെ പേപ്പർ കൂടെ ഗവൺമെന്റിന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഗവൺമെന്റിന്റെ ആനുകൂല്യം എപ്പോഴെങ്കിലൊക്കെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ളതൊക്കെ. മത്സ്യത്തൊഴിലാളികളുടെ ഇനിയുള്ള മകനാണോ? ഇന്നുള്ളത് സ്കൂളിൽ പോയത് മകനാണോ? അല്ല, ഇനി ഒരാളും കൂടി ഉണ്ട് സ്കൂളിൽ പോയതെന്ന് പറഞ്ഞല്ലോ. അനിയത്തിയാണ്. എത്ര ക്ലാസ്സിലാണ്? 7. ഏത് കോഴ്സ്? എന്താ പേരാണ്? പിന്നെ നിങ്ങളുടെ വരുമാനം കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ? പഠിപ്പിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെയാണോ? എന്താ സുഖമുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അവിടെ പോവാ? കുട്ടികൾ പഠിക്കുകയാണ്? മോള് BA സെക്കൻഡറി പഠിക്കണം, ചെറുത്ത് 5ാം ക്ലാസ് പഠിക്കണം, മോള് പഠിക്കണം. സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്? നടന്നു പോകാനൊക്കെ? മോള് വണ്ടി ഓട്ടോ പോയി, ചെറുത്ത് മോള് ബസ്സിന് പോയി. പഠിച്ചു? ഞാൻ 8ാം ക്ലാസ്. നിങ്ങളെ ജീവിത രീതി? തൊഴിൽ ചെയ്യണ്ടോ? നിങ്ങൾക്ക് എന്താണ് കൃഷിയുണ്ട് വീട്ടിൽ വെച്ചിട്ടാണ്? അതിന് ഗവൺമെന്റിൽ നിന്ന് വല്ല സഹായം മെഷീൻ തരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതല്ലാതെ വീട്ടിന് വേണ്ടിയിട്ട് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എഴുതി കൊടുത്തത് EMS പദ്ധതിയിൽ കുറച്ചൊക്കെ എഴുതി കൊടുത്തു. പക്ഷേ അതായത് വലിയ തറായ കാരണം ഇപ്പം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി എന്താവാ? വെള്ളം, വൈദ്യുതി അതൊക്കെ? പിന്നെ ഇവിടെ ഈ കടലോരത്ത് വെള്ളം മോശമാണ്. പക്ഷേ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതിൽ ഇങ്ങനെ എടുക്കും, കുഴപ്പമില്ലാതെ കഴിയുന്നുണ്ട്. അസുഖം എന്തെങ്കിലും കൂടുതലും പിന്നെ പ്രൈവറ്റായിട്ട് തിരിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസം വായിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട്. ഗൾഫിലല്ലേ? അപ്പം പോയിട്ടുള്ളൂ. കിട്ടണമെങ്കിലും മോളിപ്പോൾ പോയി. പഠിപ്പൊക്കെ എത്ര പേര് പഠിച്ചു? 10 വരെയൊന്നും പഠിച്ചിട്ടില്ല. ഇവിടെ പത്ത് സുഖമില്ലാണ്ടായപ്പോ പഠിപ്പ് നിർത്തി. എന്തായിരുന്നു തൊഴിൽ? ഇപ്പാക്ക് കടപ്പുറത്തെ പണിയായിരുന്നു. എന്താ അസുഖം? എന്താ ഇപ്പം ആകെ തളർന്നു, പ്രഷർ ഇതായിട്ട്. കുറേ ആയാ?
അപ്പോൾ 4 കൊല്ലം എവിടെ കാണിക്കണേ? എന്തെങ്കിലുമൊക്കെ കടയിൽ പോകും. ഉമ്മ എന്തിനെങ്കിലൊക്കെ അമ്മക്ക് സുഖമില്ല പണിക്കൂല. ഉമ്മ പഠിച്ചിട്ടുണ്ടോ? അത്രയൊന്നും പഠിച്ചിട്ടില്ല. വീട്ടിലെ പത്രമൊക്കെ കൊടുക്കുന്നുണ്ടോ? പത്രമൊന്നുമില്ല. വീട് നിർമ്മാണം അങ്ങനെ അതിനൊന്നിനും കൊടുത്തിട്ടില്ല. ആനുകൂല്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നില്ല. ഇത് കൊടുത്തിട്ടില്ല. ഹെൽത്ത് സെന്ററിൽ തന്നെയാണോ പോവാറ്? എന്താ തിരുപ്പ് കൊണ്ടുപോകും. പിന്നെ ഇവിടുത്തെ ആസ്പത്രിയിൽ കാണിക്കും. ആ കാണിക്കും. അപ്പോൾ മകൻ്റെ ഈ വരുമാനം കൊണ്ട് ചികിത്സയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഒരുപാട് വർഷമായി കടലോട്ടം എത്ര വർഷമായി കടൽ കടലിൽ പോയിട്ട് തൊഴിലെടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് എത്ര വർഷത്തോളം? ഏകദേശം കുറച്ചൊരു കുറച്ച് 16 വയസ്സ് 18 വയസ്സ് എത്ര വയസ്സായി? വയസ്സാ ഇപ്പോൾ ഒരു 52 വയസ്സാവും. ഏകദേശം ഒരു 30 വർഷത്തോളം 30-31 കൊല്ലം വരെ 30 വർഷത്തോളം അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെ കടൽ പോകുമ്പോൾ ഒരു തോണിയിൽ എത്ര പേര് ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന നാളിൽ 10 പേര് പോയി. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ 30-35 പേരായിട്ടെല്ലാം പോയി. അപ്പോൾ അതിൽ കുറഞ്ഞ് പോകുന്നത് ഞങ്ങൾ ചെറിയ 16, 18-20 ആളുകൾ അത് പോകുമ്പോൾ എങ്ങനെയാണ് ചില ദിവസങ്ങളിൽ തീരെ കിട്ടാത്ത ദിവസങ്ങളുണ്ട്, മീൻ കിട്ടാത്ത ദിവസങ്ങൾ, അല്ലാതെ ചില ഒരുപാട് ചാകരമുള്ള ദിവസങ്ങളുണ്ട്. ഇത് കിട്ടാത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യും? അതായത് പൈസൻ്റെ കുറയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ജീവിതം കിട്ടാത്ത ദിവസം ഞങ്ങൾ വീട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കടം മേടിക്കും. ഇവിടെ വിട്ട് 30-35-40 മൈൽ ദൂരമൊക്കെ പോകും, കിലോമീറ്റർ ദൂരമൊക്കെ പോകും. അവിടെ പോയിട്ട് ഇവിടെ മീൻ കണ്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് മത്സ്യം പിടിക്കലാണ്. അങ്ങനെ അവിടെ കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന കടങ്ങൾ അതിന് നിലവിൽ നിൽക്കുകയാണ് ഈ കടങ്ങൾ. ഈ കടകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ച് കഴിച്ചു കൊടുക്കും എല്ലാ സമയവും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചില ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫിഷർമേൻ്റെ ഇപ്പോൾ ഈ 75 രൂപ ഒരു മാസത്തിൽ അടക്കണം. ഈ 75 രൂപ അടച്ചാൽ അത് നമുക്കൊരു 8 മാസം അടച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് അത് 1200 ഈ 1200 ഇപ്പോൾ 1800 മനസ്സിലായി. അത്ര ചെറിയ സ്കീം തന്നെ ഉള്ളൂ. നിങ്ങൾ എത്ര പേരുണ്ടാവും ഒരു തോണി? ഇപ്പോൾ ഈ വലിയ വെള്ളമാണ്, വെള്ളമാണ്. അതിലിപ്പോൾ ചുരുങ്ങിയത് 35 ആൾ 40 ആളൊക്കെ ഉണ്ടാവും. ഈ 35 ആൾ പോകുമ്പോൾ ഒരു ദിവസത്തെ ഫിഷിങ്ങിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടണം? കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയത് ഈ വരുമാനം കുറവാണ്. ഇത് നെറ്റ് നമുക്ക് മത്സ്യം കിട്ടൂല, മനസ്സിലായി. ശരാശരി എത്ര രൂപക്കുള്ള മത്സ്യം കിട്ടും? 1 ലക്ഷം 1.5 ലക്ഷം 1.5 ലക്ഷം രൂപ കിട്ടിയാൽ ഒരാൾക്ക് എത്ര ഉണ്ടാവും? ഒരു 800 രൂപ അത്രേ ഉണ്ടാവുള്ളൂ. രാത്രി ഉറക്കൊഴിച്ച് പോയാൽ കിട്ടുള്ളൂ. ഈ 800 രൂപയിൽ കൂടുതൽ കിട്ടുന്ന ദിവസങ്ങളുണ്ടാവും. 2 ലക്ഷം 3 ലക്ഷത്തിന് കിട്ടിയാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും. അതിൽ കുറവ് കിട്ടുന്ന ദിവസങ്ങളുണ്ടാവും. കുറവ് കിട്ടുന്ന ദിവസം ഉണ്ടാവും. ചിലപ്പോൾ 500 രൂപ 400 രൂപ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആഴ്ചയോളം കിട്ടാതെ ഇരിക്കും. മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു? അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. എന്താണ് അതിൻ്റെ ഒരു ബലത്തായിട്ടും അതൊക്കെ കൂടി ആകുമ്പോൾ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ മേഖലയിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇല്ല, മറ്റെന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. ഈ ഇതേ ആശ്രയിച്ചിട്ട് ചെറുപ്പം മുതലേ പഠിച്ചു വന്നൊരു വർഷമായിട്ട് ഈ കടലുമായി അറിഞ്ഞ് എങ്ങനെയാണ്? നല്ല അനുഭവങ്ങളാണോ അതോ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണോ? ആദ്യമൊക്കെ നല്ല അനുഭവങ്ങളായിരുന്നു. ഇപ്പോഴിപ്പോഴും വെച്ചിട്ട് വേദനിക്കുന്ന അനുഭവങ്ങളാണ്. കാഴ്ചകളെ അവസാനിപ്പിക്കാത്ത ഒന്നാണ് കടൽ. കണ്ടാലും കണ്ടാലും കുതിരാത്ത കടലിൻ്റെ ഉള്ളറകളിൽ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ 4 ഇരട്ടിയെ സമ്പന്നമാക്കാൻ പോകുന്ന വിഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഈ കടലിൻ്റെ തീരങ്ങളിൽ ജീവിതങ്ങളെ പച്ചപിടിപ്പിക്കാൻ പാടുപെടുന്നു. അത്തരം കുറേ ജീവിതങ്ങളാണ് നമ്മുടെ കോടതിന് ചുറ്റും എരിഞ്ഞു തീരുന്നത്. ക്യാമറ കൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിതം പകർത്താനെത്തിയത് പാക്കാട് കടപ്പുറത്തെ പാവങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാമ്പസ്
കൗതുകം എന്നതിനപ്പുറത്തേക്ക് ഒരു ജനകീയ ഇടപെടലാക്കി മാറ്റുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. കണ്ട ദുരിതക്കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഇവിടുത്തെ ജീവിതമറിയാൻ വീടുകൾ തോറും കയറിയിറങ്ങിയ ഞങ്ങൾ പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു പ്രൊജക്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചു. വാർഡ് പ്രതിനിധി മനാഫിന്റെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് അലിക്ക് പ്രൊഫസർ കെ വീരാവളി പ്രൊജക്ട് കൈമാറി. വാക്കാട്ടെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമായതെന്തും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് ഉറപ്പു നൽകി. തിരൂർ തുഞ്ചൻ കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള റീഡേഴ്സ് ഫോറം വെട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ തീരദേശ മേഖലയിൽ അവരുടെ ദൈനംദിന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സർവേ നടത്തിയതിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയ വിഷയങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരദേശത്ത് ഇനിയും നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ വിശദമായ ഒരു പഠനമാണ് ഈ റീഡേഴ്സ് ഫോറം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2011-12 വർഷത്തേക്കുള്ള പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും പ്രത്യേകം ഉറപ്പു നൽകുകയാണ്. തുഞ്ചൻ കോളേജിൻ്റെ റീഡേഴ്സ് ഫോറം നടത്തിയിട്ടുള്ള ഈ സർവേയിൽ തീരദേശ മേഖലയെ 16 വാർഡിൻ്റെ വികസനങ്ങൾ കുറേ കൂടി ഫലപ്രദമാക്കേണ്ട രീതിയിലേക്കുള്ളൊരു സർവേകളും അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികളും മറ്റും അതിനോടനുബന്ധിച്ചുള്ള മത്സ്യത്തൊഴിലാളികൾക്കിടയിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും ദൂരീകരിക്കുന്ന രീതിയിലേക്ക് തുഞ്ചൻ കോളേജിലെ റീഡേഴ്സ് ഫോറം നടത്തിയിട്ടുള്ള സർവേക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്ന നിലയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും ഞങ്ങൾ അറിയിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ പദ്ധതി നടത്തിപ്പിൽ ഞങ്ങളും പങ്കാളികളാവുകയും തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികളുടെ കണ്ണും മനസ്സും ക്യാമറയും വാക്കാട്ടെ ജനങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഏറനാടിൻ്റെ ജീവതാളമാണ് മാപ്പിളപ്പാട്ടുകൾ. ഖുർആനിൻ്റെ താളം ഉൾക്കൊണ്ട് മൗലീദിലൂടെ ബൈത്തിലൂടെ വളർന്ന് പൂർണ്ണരൂപം പ്രാപിച്ച ഒരു പാട്ട് പ്രസ്ഥാനമാണ് മാപ്പിളപ്പാട്ടുകൾ. അറബി മലയാളം എന്ന അപൂർവ ഭാഷയിൽ രചിക്കപ്പെടുന്ന മാപ്പിളപ്പാട്ടുകളുടെ